ഭാരതാംബ ചിത്രവിവാദത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ ഗവർണറും സർക്കാരും. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ സാധിക്കില്ല എന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഇതോടെ സത്യപ്രതിജ്ഞ ഒഴികെ ഇനി രാജ്ഭവനിൽ സർക്കാർ പരിപാടികൾ നടക്കാനുള്ള സാധ്യത കുറവായി. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് കടക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ലോ സെക്രട്ടറിയോട് സർക്കാർ നിയമോപദേശം തേടി. അതേസമയം ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഈ ഭാരതാംബയെ ചൊല്ലിയുള്ള തർക്കം, അതിൽ സർക്കാരും ഗവർണറും ഒരുപോലെ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ സർക്കാർ പരിപാടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇനിയിപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ അധിക നാൾ ഇല്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്കൊക്കെ സംസ്ഥാനം പോകുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ഇരുവിഭാഗങ്ങളും ഉറച്ചു നിൽക്കുമ്പോൾ ഇനി എന്തായിരിക്കും സാഹചര്യമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, ഈ നീക്കങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു രാഷ്ട്രീയമുണ്ട് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. കാരണം രാജ്ഭവൻ ഇപ്പോഴത്തെ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന തിരിച്ചറിവ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് സർക്കാരും മന്ത്രിമാരടക്കം പരസ്യ പ്രതികരണം നടത്തി ഗവർണർക്കെതിരെ, രാജ്ഭവനെതിരെ നീക്കങ്ങൾ നടത്തുക, ഇതാണ് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം. ഇപ്പോൾ നടക്കുന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നതുമുണ്ട്. ഇതിനിടയിൽ സർക്കാർ നിയമോപദേശം തേടിയിട്ടുണ്ട്. കാരണം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനമുണ്ടോ, ഒപ്പം തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കണം എന്ന ഗവർണറുടെ ആവശ്യത്തെ നേരിടുന്നതിന് വേണ്ടി പ്രോട്ടോകോൾ സംബന്ധിച്ച നിയമപരിശോധന കൂടി നടത്തുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ പൊതുപരിപാടികളിൽ, ഗവർണർ അടക്കം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ ഏതെങ്കിലും ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ഉണ്ടോ, എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന നിയമപരിശോധന കൂടി സർക്കാർ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് പോകുമെന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് ഈ ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ ഗവർണർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്നലെ DYFI, ഇന്ന് SFIയുടെ പ്രതിഷേധവും അല്പസമയത്തിനുള്ളിൽ തലസ്ഥാനത്ത് നടക്കും. അങ്ങനെ രാജ്ഭവനെതിരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നു. മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നടത്തിയ നീക്കത്തിന് സമാനമായ കാഴ്ചകളിലേക്ക് തന്നെ അത് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം അടക്കമുള്ളവർ പ്രോട്ടോകോൾ ലംഘനം മന്ത്രിയുടെ ഭാഗത്തു നിന്നല്ല, അതേസമയം രാജ്ഭവനെ RSSന്റെ കാര്യാലയമാക്കി മാറ്റിയിരിക്കുന്ന രാജ്ഭവനിലെ അന്തേവാസിയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന അടക്കമുള്ള രൂക്ഷമായ പരാമർശങ്ങൾ ഈ CPI സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അടക്കമൊന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ CPIയും CPM-ഉം ശക്തമായി തന്നെ ഗവർണർക്കെതിരെ രാഷ്ട്രീയ നീക്കം കൂടി കടുപ്പിക്കുന്നു എന്നാണ് സാഹചര്യം. മറുവശത്ത് ഗവർണറുമുണ്ട്, ഒപ്പം തന്നെ BJPയും അടക്കമുള്ള സംഘടനകളും സർക്കാരിനെതിരെ കൂടി നീങ്ങുന്നുണ്ട്. അവിടെ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരുന്നപ്പോൾ സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ചൊല്ലി, ബില്ലുകളിൽ ഒപ്പിടുന്നതിനെ ചൊല്ലി, ലോകായുക്ത പോലെയുള്ള വിഷയങ്ങളെ ചൊല്ലിയൊക്കെ ആയിരുന്നു. അതിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട് എപ്പോഴും വിഷയാധിഷ്ഠിതമാണ് എന്ന പ്രതികരണമാണ് വരാറുള്ളത്. അല്പസമയം മുമ്പ് K മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ V ശിവൻകുട്ടി ചെയ്തതാണ് ശരി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഇത് ഭാരതാംബയുടെ ചിത്രം എന്ന നിലയിൽ കണക്കാക്കാൻ സാധിക്കില്ല, RSSന്റെ കാര്യാലയമായി ഈ ഗവർണർ രാജ്ഭവനെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ UDFന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു പിന്തുണ കൂടി ഇടതുപക്ഷത്തിന് ലഭിക്കും എന്ന് വേണമോ മനസ്സിലാക്കാൻ? അഭിലാഷ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തതിന് വ്യത്യസ്തമായി ഇത് മറ്റൊരു വിഷയത്തിലാണ്. സ്വാഭാവികമായും അന്ന് സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയും നിലപാടെടുത്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം കേരളത്തിലെ കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന്, UDFന് നിൽക്കേണ്ടി വരും എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് SFIയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് തലസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നലെ DYFI, ഇന്ന് SFI തന്നെ രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ K മുരളീധരൻ്റെ വാക്കുകൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ കോൺഗ്രസിൻ്റെയും UDFന്റെയും പ്രതികരണം സ്വാഭാവികമായും ഗവർണർക്കെതിരെയാവണം, ഒപ്പം തന്നെ സർക്കാരിന് പിന്തുണ നൽകുന്നതാവണം. ഇതിൽ സ്വാഭാവിക രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്ന ചോദ്യം കൂടി ഉയർന്നു വരും. കാരണം വരാനിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും ഈ രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നുകൂടി ശക്തമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. നമുക്കറിയാം, ഈ രാജേന്ദ്ര ആർലേക്കർ നേരത്തെ ഗവർണറായി വന്നതിന് ശേഷം സർക്കാർ കാര്യമായി ഏറ്റുമുട്ടലിലേക്കൊന്നും പോവേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് എടുത്തത്. CPI പോലും പരസ്യ നിലപാടെടുത്തപ്പോൾ ഒന്നും അടിച്ചിരുന്നു CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ നിലപാടെടുക്കാൻ. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. അത് ഒരു രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലായി തന്നെ അതിനെ മാറ്റാനാണ് തീരുമാനം.
ഒരു പക്ഷേ RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്നു എന്ന് പഴി കേൾക്കുന്ന CPM-ന് ഇതൊരു രാഷ്ട്രീയ ആയുധമാണ് ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. SFI വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നു. ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് SFI പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നു. RSSന്റെ കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റുകയാണ് ഗവർണർ ചെയ്യുന്നത് എന്ന ആക്ഷേപം നേരത്തെ DYFI ഉന്നയിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഇടത് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഈ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിന് നേരെ ആണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. വലിയ പ്രതിഷേധമാണ് SFI പ്രവർത്തകർ ഉയർത്തുന്നത്. രാജ്ഭവന് നേരെയാണ് വിമർശനം, ഗവർണർക്ക് നേരെയാണ് വിമർശനം. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. SFIയുടെ പ്രവർത്തകർ SFIയുടെ കൊടികൾ ഏന്തി പ്രതിഷേധവുമായി എത്തുന്നു. ബാരിക്കേഡുകൾ മറികടന്ന് പോകുന്ന സാഹചര്യം. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളുണ്ട്. പോലീസ് വാഹനങ്ങൾ തയ്യാറായി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. SFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പോലീസിന് പ്രതിഷേധക്കാരെ ശമിപ്പിക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. സജിത്ത്, ഈ മട്ടിൽ യുവജന സംഘടനകൾ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങളെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒപ്പം ശിവൻകുട്ടിയുടെ പ്രവൃത്തിയും അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ പ്രവൃത്തികളുമൊക്കെ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കൂടി കളമൊരുങ്ങുകയാണ് ഗവർണറെ ചൊല്ലി. തീർച്ചയായും ഇത് രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നതും. എനിക്ക് തോന്നുന്നു ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരെ നീളുന്ന ഒരു തർക്കമായി തന്നെ മാറാനാണ് സാധ്യത. കാരണം ഈ വിഷയത്തിൽ ഗവർണറും രാജ്ഭവനും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുക എന്നത് ഒരു ദേശീയതയുടെ ഭാഗമാണ്, ദേശീയതയുടെ പ്രതീകമാണ് ഭാരതാംബയുടെ ചിത്രം. അതുകൊണ്ട് അത് പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഈ കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണ് എന്നതാണ് നിലപാട്. ഒപ്പം ഇന്നലെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി അടക്കമുള്ള വീഴ്ചകൾ എന്ന കാര്യങ്ങൾ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ പുതിയ തലങ്ങളിലേക്ക് കടക്കുമെന്നതാണ് സാഹചര്യം. വേണ്ടി വന്നാൽ ഈ സത്യപ്രതിജ്ഞ ഒഴികെയുള്ള മറ്റു പരിപാടികളെല്ലാം ഗവർണറുമായുള്ള വേദികൾ ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട്. കൊണ്ടും കൊടുത്തുമുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് മാറുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ കാണുന്നത് SFIയുടെ പ്രതിഷേധ പരിപാടികളാണ്. ശക്തമായ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് നടത്തുന്നു. അതായത് സ്വന്തം പോലീസ് തന്നെ, സ്വന്തം സർക്കാർ തന്നെ ഭരിക്കുന്ന സ്റ്റേറ്റിൽ പോലീസിന് എതിരായ ഒരു സമരം കൂടി എന്ന രീതിയിലേക്ക് കൂടി ഇത് മാറുന്നുണ്ട് എന്നതാണ് സാഹചര്യം. ശക്തമായ ഒരു പ്രതിഷേധം, പോലീസിൻ്റെ ജലപീരങ്കി പ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തകർ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ABVP പ്രവർത്തകർ മന്ത്രി V ശിവൻകുട്ടിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ BJP ഇടത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലായി തന്നെ ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. രാജ്ഭവന് മുന്നിൽ പ്രത്യേക സുരക്ഷാ മേഖലയാണ്. അവിടെയാണ് ഈ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ DYFIയുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഇന്ന് SFI പ്രവർത്തകരും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. SFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വാഹനം പോലും തടയുന്ന രീതിയിലേക്ക് പ്രതിഷേധ പരിപാടികൾ മാറിയിരുന്നു. സമാനമായ കാഴ്ചകളിലേക്ക് ഒരുപക്ഷെ ഇത് എത്തിക്കുമോ എന്നതൊക്കെ പ്രസക്തമായ കാര്യമാണ്. തീർച്ചയായും അതാണിപ്പോൾ ഓർത്തെടുക്കേണ്ടത്. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ ബാനറുകൾ അടക്കം പ്രത്യക്ഷപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. സർവകലാശാലകളിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്ന മട്ടിൽ ഉണ്ടായ പ്രതികരണങ്ങൾ, അതിന് ഗവർണർ നൽകിയ മറുപടി, ഇതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയ സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഗവർണർക്ക് എതിരെ ബാനറുകളുമായി പ്രവർത്തകർ എത്തിയെങ്കിലും പോലീസ് അത് ഉയർത്താനോ കെട്ടാനോ ഒന്നും അനുവദിച്ചില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ അയയുന്നില്ല.
യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നു. RSSന്റെ കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റുന്നു എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഗവർണർ സർക്കാർ പോരിന് അയവുണ്ടാകില്ല ഈ കാലഘട്ടത്തിലും എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ ഗവർണർ ചുമതലയേറ്റതിന് ശേഷം ഒരുപക്ഷെ സർക്കാരുമായി പൊരുത്തപ്പെട്ടു പോയേക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല ഇപ്പോൾ സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാജ്ഭവൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഭാരതാംബയുടെ ചിത്രം എന്നത് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ചിത്രമാണ്. അത് മാറ്റാൻ സാധിക്കില്ല എന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. എന്നാൽ ആ ചിത്രത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി സർക്കാർ പരിപാടികൾ, രാജ്ഭവനിൽ നടക്കുന്ന സർക്കാർ പരിപാടികളിൽ സർക്കാരിൻ്റെ പ്രതിനിധികളായി മന്ത്രിമാർ ഉണ്ടാകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണം രാജ്ഭവൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൽ തുടർ നടപടികൾക്ക് രാജ്ഭവൻ തയ്യാറാകില്ല എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.